Hi students, ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫോർഫീച്ചർ ഓഫ് ഷെയർസിനെ പറ്റിയിട്ടാണ്. ഫോർഫീച്ചർ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞാൽ ബേസിൽ നമ്മുടെ കോൾസ് ആൻഡ് അരിയേഴ്സിനെ പറ്റിയിട്ടാണ് പറയണത് ഇതിൽ. അതായത് എന്തായിരുന്നു നമ്മൾ കോൾസ് ആൻഡ് അരിയേഴ്സ് പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ. എന്തായിരുന്നു കോൾസ് ആൻഡ് അരിയേഴ്സ്? അതായത് ഷെയർ ഹോൾഡേഴ്സ് കോൾസ് ഒന്നും വിളിക്കാത്തത്, എന്താ പറയുക, അവരത് തിരിച്ച് അടയ്ക്കാത്തത്, കോൾ എമൗണ്ട് ഷെയർ ഹോൾഡേഴ്സ് തിരിച്ച് പൈസ കൊടുക്കാത്തത്. അത് ചിലപ്പോൾ അലോട്ട്മെൻറ്റിന് നേരത്തോ അല്ലെങ്കിൽ കോൾസിനോ നേരത്തോ ഒരു പൈസ തിരിച്ചടയ്ക്കാത്തതിനെയാണ് കോൾസ് ഇൻ അരിയേഴ്സ്. അങ്ങനെ വരികയാണെങ്കിൽ നമ്മുടെ കമ്പനിക്ക് ആ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഷെയർ ഹോൾഡേഴ്സിൻ്റെ എന്താ പറയുക ഷെയർസ് നമുക്ക് ക്യാൻസൽ ചെയ്യാം. ആ കണ്ടീഷനെ പറയണതാണ് ഫോർഫീച്ചർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. നമ്മുടെ കമ്പനി അവർ ചിലപ്പോൾ എന്താ പറയുക അപ്ലിക്കേഷൻ മണി മാത്രം അടച്ചിട്ടുണ്ടാവുള്ളൂ, ചിലപ്പോൾ അലോട്ട്മെൻറ്റ് മണി അടച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ എന്താ പറയുക കോൾസ് ഒന്നും അടച്ചിട്ടുണ്ടാവില്ല. ആ സമയത്ത് നമ്മുടെ കമ്പനി എന്ത് ചെയ്യും? അത് ക്യാൻസൽ ചെയ്യും. ആ ഷെയർ അവർ തിരിച്ചടച്ചില്ലെങ്കിൽ ആ ഇത്ര പെർട്ടിക്കുലർ ഡേറ്റ് ആകുമ്പോൾ അവർ തിരിച്ചടച്ചില്ലെങ്കിൽ ആ സംഭവം ആ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഷെയർ ക്യാൻസൽ ചെയ്യാം. ഈ കമ്പനിയെ സംബന്ധിച്ചോളം എന്താ അപ്ലിക്കേഷൻ അടച്ചിട്ടുണ്ടെങ്കിൽ അത് കമ്പനിക്ക് തന്നെ അടയ്ക്കാം. ആ പൈസ തിരിച്ചു കൊടുക്കില്ല. കമ്പനി ആ പൈസ തിരിച്ചു കൊടുക്കില്ല. ആരെങ്കിലും കോൾസ് ആൻഡ് അരിയേഴ്സ് വരുത്തി കഴിഞ്ഞാൽ അവർക്ക് തിരിച്ച് റീപേ ചെയ്യില്ല. കമ്പനി അപ്ലിക്കേഷൻ മണി തിരിച്ചു കൊടുക്കില്ല. അപ്പോൾ നമുക്ക് എന്താ നോക്കാം. വെൻ എ ഷെയർ ഹോൾഡർ ഫെയിൽസ് ടു പേ അലോട്ട്മെൻറ്റ് or call money or both on due dates, his share may be forfeited by the company. അതായത് ഒരു ഷെയർ ഹോൾഡർ എന്താ ചെയ്യുക? ഒന്നെങ്കിൽ അലോട്ട്മെൻറ്റ് കൊടുക്കാൻ മറക്കുക, അല്ലെങ്കിൽ കോൾ മണി അടച്ചിട്ടില്ലെങ്കിൽ പറഞ്ഞ ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഡേറ്റിനുള്ളിൽ അടച്ചിട്ടില്ലെങ്കിൽ കമ്പനി എന്ത് ചെയ്യും? അവരുടെ ഷെയർസ് ഫോർഫീറ്റ് ചെയ്യും. എ കമ്പനി ക്യാൻ ഫോർഫീറ്റ് ഷെയർ ഓൺലി ഇഫ് ഓതറൈസ്ഡ് ബൈ ഇറ്റ്സ് ആർട്ടിക്കിൾ. ഫോർഫീച്ചർ ഓഫ് ഷെയർ സിംപ്ലി മീൻ ക്യാൻസലേഷൻ ഓഫ് ഷെയർസ്. അതാണ് നിങ്ങൾ നോക്കേണ്ടത്. ക്യാൻസലേഷൻ ഓഫ് ദി ഷെയർസ് എന്ത് ചെയ്യണം? ക്യാൻസൽ ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്? കമ്പനിക്കുണ്ട്. എന്താ? നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് പൈസ അടച്ചിട്ടില്ലെങ്കിൽ, അവർ കോൾസ് ഒന്നും ശരിയായിട്ട് പേ ചെയ്തില്ലെങ്കിൽ കമ്പനിക്ക് ക്യാൻസൽ ചെയ്യാൻ അവകാശമുണ്ട്. ആ ക്യാൻസലേഷൻ പറയുന്നതാണ് ഫോർഫീച്ചർ ഓഫ് ഷെയർസ് ഡ്യൂ ടു നോൺ പേയ്മെൻറ്റ് ഓഫ് മണി ഓർ കോൾ മണി വിത്തിൻ എ സ്പെസിഫൈഡ് പീരീഡ്. ഒരു പെർട്ടിക്കുലർ പീരീഡിൽ, ഒരു സ്പെസിഫൈ ചെയ്ത പീരീഡിൽ അവരത് പൈസ തിരിച്ചടച്ചില്ലെങ്കിൽ, അവരൊരു പെർട്ടിക്കുലർ ഡേറ്റിലോ ടൈമിലോ ആ ഷെയർസ് പൈസ അടച്ചില്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? ഇത് തിരിച്ച് കമ്പനി ആ ഷെയർസ് ക്യാൻസൽ ചെയ്യാനുള്ള അധികാരമുണ്ട്. പിന്നെ the amount paid by the shareholder is forfeited by the company. It means the amount already paid by the defaulting share not refunded to him. ഇപ്പോൾ ഇവരെന്തെങ്കിലും എന്താ പറയുക, ചിലപ്പോൾ അപ്ലിക്കേഷൻ മണി ആവില്ല, എന്തായാലും അപ്ലിക്കേഷൻ മണി അവർ അടയ്ക്കണം, എന്നാലാണ് അവർക്ക് ഷെയർ കിട്ടും. ഈ അപ്ലിക്കേഷൻ മണി അവർ അടച്ചിട്ടുണ്ടെങ്കിൽ ആ അടച്ച പൈസ അവർക്ക് തിരിച്ച് കൊടുക്കില്ല, റീഫണ്ട് ചെയ്യില്ല. ഇവരെന്തെങ്കിലും എന്താ പറയുക പൈസ ഒന്നും അടച്ചില്ല, അവർ കോളൊന്നും വിളിച്ചില്ലെങ്കിൽ അവർക്ക് ഒരു കാരണവശാലും റീഫണ്ട് ചെയ്യില്ല. Before forfeiture, the company has fulfilled necessary formality and legal procedure. The procedure is mentioned of company articles of associations. ഇതിൻ്റെ എല്ലാ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടാവും, ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും. The procedure is mentioned in in the absence of each provision of table F, the company act has to be followed. കമ്പനീസ് ആക്ട് പ്രകാരം ഫോർഫീറ്റ് ചെയ്യാനുള്ള എല്ലാ റൈറ്റും റൂൾസും ഉണ്ട്. അപ്പോൾ മനസ്സിലായില്ലേ എന്താണ് ഇപ്പോൾ ഇതിൻ്റെ പ്രോബ്ലംസ് എപ്പോഴും വരാറുണ്ട്. ഇതും ഒരു കോൾസ് ഇൻ അരിയേഴ്സും അഡ്വാൻസും പോലെ ഇതും ഫോർഫീച്ചർ ഓഫ് ഷെയർസ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഓർമ്മിക്കുക, ക്യാൻസൽ ചെയ്യുക. അതായത് ഒരു ഷെയർ ഹോൾഡർ അദ്ദേഹത്തിൻ്റെ പൈസ ഈ പറഞ്ഞ ദിവസത്തിനുള്ളിൽ അടച്ചില്ലെങ്കിൽ അവരുടെ ഷെയർ കമ്പനി ക്യാൻസൽ ചെയ്യുന്നതാണ്. അവരടച്ചിരിക്കുന്ന അപ്ലിക്കേഷൻ മണി ഒരിക്കലും തിരിച്ചു കൊടുക്കില്ല. അപ്പം അതിനെ പറയണതാണ് എന്തെന്നാണ് ഫോർഫീച്ചർ ഓഫ് ഷെയർസ്. ഇനി നമ്മുടെ പ്രൊസീജിയറാണ്, അതായത് ഫോർഫീച്ചർ ഓഫ് ഷെയർസിൻ്റെ പ്രൊസീജിയർ കാരണം. The provision regarding forfeiture of shares are mentioned table F of the Company Act 2013. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ, അതായത് ടേബിൾ ഓഫ് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ പറഞ്ഞ അല്ലെങ്കിൽ
ഇതേ പ്രകാരം തന്നെ നമ്മുടെ എന്താ പറയുക ടേബിൾ എഫ് ഷെയർ ഫോർഫീറ്റർ ഓഫ് ഷെയർസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. മെമ്മോറാണ്ടം ടു ഈച്ച് ഡിഫോൾട്ടേഴ്സ്. മെമ്മോറാണ്ടം ടു ഈച്ച് ഡിഫോൾട്ടർ എന്ന് പറഞ്ഞാൽ ആദ്യം മെമ്മോറാണ്ടം, അതായത് ഒരു നോട്ടീസ് ആർക്ക് സെൻഡ് ചെയ്യണം, ഇത്ര സർട്ടൻ സമയത്തിൻ്റെ ഉള്ളിൽ ഡിഫോൾട്ട് അടയ്ക്കാൻ പറ്റാത്തവരുടെ അടുത്ത് ഈ എമൗണ്ട് തിരിച്ചടയ്ക്കണമെന്ന് പറഞ്ഞിട്ട് ഈ ദിവസത്തിനുള്ളിൽ അടയ്ക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു മെമ്മോറാണ്ടം സെൻഡ് ചെയ്ത് കൊടുക്കണം. ആരൊക്കെ അടച്ചേക്കണേ, ലിസ്റ്റ് ഓഫ് ഡിഫോൾട്ടേഴ്സ്. ഈ എന്താ പറയുക കോൾസ് ഒന്നും അടയ്ക്കാത്ത എത്ര പേരുണ്ടെന്ന് അവരുടെ പേരും എത്ര പേരുണ്ടെന്ന് എഴുതണത് കമ്പനി സെക്രട്ടറി, ഒരു കമ്പനി സെക്രട്ടറി ആയിരിക്കും അത് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യണം. ദിസ് പ്രസൻറ്റ് ബോർഡ് ഓഫ് ഡയറക്ടർ മീറ്റിംഗ് ഫോർ ടേക്ക് എ ഫ്യൂച്ചർ ആക്ഷൻ. അതായത് ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു കുറച്ച് പേരുണ്ടെങ്കിൽ അവരുടെയൊക്കെ പേര് കമ്പനി സെക്രട്ടറി എന്താണ് കമ്പനി സെക്രട്ടറി വേണം എന്തെന്ന് പറഞ്ഞത് അത് ലിസ്റ്റൊക്കെ ചെയ്യാൻ എത്ര പേരുണ്ട് എന്നുള്ള കാര്യം ലിസ്റ്റ് ചെയ്തിട്ട് അവർക്ക് അവരുടെ മീറ്റിങ്ങിന് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് പ്രിപ്പയർ ചെയ്യണം. നെക്സ്റ്റ് എന്നാണ് നോട്ടീസ് ടു ഡിഫോൾട്ടേഴ്സ്. എ നോട്ടീസ് സെൻഡ് ടു ഡിഫോൾട്ട് ബൈ കമ്പനി ഡയറക്ട് ത്രൂ രജിസ്റ്റേർഡ് പോസ്റ്റ് ആൻഡ് പ്രിപ്പയർ എ ലാസ്റ്റ് ഓപ്പർച്യൂണിറ്റി വിത്തിൻ 14 days റെസ്പെക്ട് ഓഫ് നോട്ടീസ്. അതുപോലെ തന്നെ നോട്ടീസ് സെൻഡ് ചെയ്യുക. ഒരു 14 ദിവസത്തിനുള്ളിൽ എന്താ പറയുക തിരിച്ചടയ്ക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടീസ് രജിസ്റ്റേർഡ് ഫോമിൽ സെൻഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അവർക്ക് നോട്ടീസ് അയച്ചവർക്ക് 14 ദിവസത്തിനുള്ളിൽ എന്താ പറയുക തിരിച്ച് പൈസ അടയ്ക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടീസ് അയച്ചു കൊടുക്കണം. അതേപോലെ ഒരു രജിസ്റ്റേർഡ് ഫോമിൽ അയച്ചു കൊടുക്കണം. പിന്നെ റെസൊല്യൂഷൻ ഫോർ ദ ഫോർഫീച്ചർ. റെസൊല്യൂഷൻ എന്ന് പറയുന്നത് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ മീറ്റിംഗ് എടുക്കുക, തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട്. അതായത് ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സൊക്കെ കൂട്ടിയിട്ട് തീരുമാനം എടുക്കുക. നമ്മൾ പറഞ്ഞു കമ്പനി സെക്രട്ടറീസ് ലിസ്റ്റ് ചെയ്യും, എത്ര പേര് അടച്ചിട്ടില്ല, എത്ര രൂപയാണ് അടയ്ക്കാനുള്ളത് എന്നൊക്കെ ഉള്ള ഒരു ലിസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ കാര്യം എന്താ പറയുക ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യും. ആ മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിട്ട് അതിലൊരു തീരുമാനം എടുക്കുക. അതാണ് റെസൊല്യൂഷൻ ഫോർ ദ ഫോർഫീച്ചർ. അത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് മുമ്പിൽ ഇത്ര പേര് അടച്ചിട്ടില്ല എന്ന് കമ്പനി സെക്രട്ടറിയുടെ ലിസ്റ്റ് പ്രകാരം ഇത്ര പേര് അടച്ചിട്ടില്ല എന്നൊക്കെ പറയും. അപ്പോൾ അത് മീറ്റിംഗ് കൂടിയിട്ട് അവിടുന്ന് തീരുമാനങ്ങൾ എടുക്കും. ഇൻഫോർമേഷൻ സെൻഡ് ടു ദ റിലേറ്റഡ് ഷെയർ ഹോൾഡേഴ്സ്. തീരുമാനം ഇപ്പോൾ ഈ എടുത്ത മീറ്റിങ്ങിലുള്ള തീരുമാനം കാര്യങ്ങൾ ഷെയർ ഹോൾഡേഴ്സിന് എന്തെന്നാണ് ഇത് പറയും. അതായത് ഫോർഫീച്ചർ ചെയ്യാണ്, ഞങ്ങൾ നിങ്ങളുടെ ഷെയർ ക്യാൻസൽ ചെയ്യാണ്, ഇനി ഞങ്ങൾക്ക് നിങ്ങളുടെ ഇത് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവർ എന്താ പറയുക കമ്പനിക്കാർ സെൻഡ് ചെയ്യും. അതേപോലെ കമ്പനിക്കാർ തിരിച്ച് അവർ ഇപ്പോൾ അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് അവർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യില്ല, ആ സർട്ടിഫിക്കറ്റ് തിരിച്ച് ഏൽപ്പിക്കാൻ കൂടി കമ്പനി പറയും. അതാണ് ഇൻഫോർമേഷൻ ഓഫ് ഫോർഫീച്ചർ എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് റിമൂവൽ ഓഫ് നെയിംസ്. റിമൂവൽ ഓഫ് നെയിംസ് എന്ന് പറഞ്ഞാൽ അത് തിരിച്ചടയ്ക്കാത്ത ആൾക്കാരാകുമ്പോൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി അവരെ ഷെയർ ഹോൾഡേഴ്സ് ലിസ്റ്റിൽ നിന്ന് അവരെ റിമൂവ് ചെയ്യും. അവരുടെ കമ്പനിയിൽ എന്താ പറയുക രജിസ്റ്റർ നിന്നൊക്കെ അവരെ റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ ലാസ്റ്റ് ആണ് ട്രാൻസ്ഫർ ഓഫ് ഫോർഫീറ്റർ എമൗണ്ട് എന്നത്. അതായത് ഇത് ഫോർഫീറ്റർ, അതായത് ഇപ്പോൾ ഭാവിയിലേക്ക് വരുന്ന കാര്യത്തിനായിരിക്കും ഈ എമൗണ്ട്. ഇപ്പോൾ കുറച്ച് കിട്ടിയിട്ടുണ്ടാവുമല്ലോ കമ്പനിക്ക്, അത് ലാഭമല്ല, അപ്ലിക്കേഷൻസ് ആ എമൗണ്ട് ലാഭമാണ്, പക്ഷെ അത് ആ ലാഭത്തിലായിട്ടാവില്ല ചെയ്യുക, അത് പിൻകാലത്തേക്ക് എടുക്കുകയാണ് ചെയ്യുക, റിസർവ് ചെയ്യുകയാണ് ചെയ്യണത്. എമൗണ്ട് ഷുഡ് ബി യൂട്ടിലൈസ്ഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആർ റീഇഷ്യൂഡ്. ദ ഷുഡ് ബി ഷോൺ വേ ഓഫ് അഡീഷൻ ടു capital under liability in balance till share is reissued. അപ്പോൾ അത് ആവശ്യം വരുന്ന സമയത്ത് എടുക്കലാണ്, ആ സമയത്തല്ല എപ്പോഴെങ്കിലും ആവശ്യം കമ്പനിക്ക് വരുന്ന സമയത്തായിരിക്കും എടുക്കലാണ്, അപ്പോഴത്തെ യൂസിന് അത് എടുക്കില്ല. അപ്പോൾ ഇതാണ് എന്തെന്ന് പറഞ്ഞത് നമ്മുടെ എഫ് പ്രകാരം ഉള്ള ഷെയർ ഹോൾഡേഴ്സ് ടേബിൾ എഫ് പ്രകാരം കമ്പനീസായിട്ട് ഫോർഫീച്ചർ ഓഫ് ഷെയർസ് പറഞ്ഞത്. ഇനി അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്സ് ആണ്. അതായത് ഇപ്പോൾ ഫോർഫീച്ചർ ഷെയർസിന് ഓരോ രീതിയിലുള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ജനറലി speaking, accounting treatments of forfeiture is revise all the entries except already past this stage of forfeiture and treat the amount already received as forfeiture to company. The journal entry to record the forfeiture shares in various cases are summarized follows. ഇനി ഓരോ കേസസിൽ നമ്മുടെ ജേർണൽ എൻട്രീസ് റെക്കോർഡ് ചെയ്യും. അതായത് ഫോർഫീച്ചർ ഷെയർസിൻ്റെ ഓരോ എന്താ പറയുക ഷെയർസ് കാര്യങ്ങൾ ഓരോ രീതിയിൽ എന്താണ് റെക്കോർഡിങ് ജേർണൽ എൻട്രീസ് റെക്കോർഡ് ചെയ്യും. Forfeiture of shares with issued at par ഉണ്ട്, പ്രീമിയം ഉണ്ട്,
ഡിസ്കൗണ്ട് പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമ്പനീസ് ആയിട്ട് പ്രകാരം ഡിസ്കൗണ്ട് കൊടുക്കില്ല എന്ന്. സോ ഫോർഫീച്ചർ ഓഫ് ഷെയർസ് വിച്ച് ഈസ് ഇഷ്യൂഡ് ആസ് പാർ. പാർ എന്ന് പറയുമ്പോൾ എന്താണ്? ഇപ്പോൾ 100 രൂപ വിലയുള്ള ഷെയറിന് 100 രൂപ തന്നെ എന്തെന്ന് പറഞ്ഞത് കൊടുക്കുള്ളൂ. അതാണ് എന്ത് പാർ എന്ന് പറഞ്ഞാൽ. പ്രീമിയം നമുക്ക് പാറിന് ആ എമൗണ്ട് എത്രയാണോ ആ എമൗണ്ടിൽ തന്നെ നമ്മൾ ഷെയർസ് മേടിക്കുന്നതിനെ പറയണത്. പറഞ്ഞാൽ കൂട്ടുകയോ കുറയ്ക്കൊന്നുമില്ല, കറക്റ്റ് എമൗണ്ടാണ്. അപ്പോൾ 100 രൂപയുടെ ഷെയർ 100 രൂപയ്ക്ക് വെക്കുന്നത്. അപ്പോൾ അതിൽ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് വിത്ത് എമൗണ്ട് കോൾഡ് അപ്പ്, ഷെയർ അലോട്ടഡ് അക്കൗണ്ട് അൺപെയ്ഡ് അലോട്ട്മെൻറ്റ് എഴുതുക. ഷെയർ കോൾ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അൺപെയ്ഡ് കോൾ ചെയ്യാത്ത കാര്യങ്ങൾ അൺപെയ്ഡ് അത് എഴുതുക. ഫോർഫീറ്റ് ഷെയർസ് അക്കൗണ്ട് എന്ന് പറഞ്ഞത് വിത്ത് എമൗണ്ട് പെയ്ഡ്, എമൗണ്ട് പേ ചെയ്ത കാര്യങ്ങൾ ഫോർഫീറ്റ് ഷെയർസിൽ എഴുതുക. അപ്പോൾ ഈ കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്താൽ മനസ്സിലാവും. ഇപ്പോൾ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് ചെയ്യുക കോൾ സ്റ്റേജിൽ ഫോർഫീച്ചറുണ്ട് നോമിനൽ ഓർ ഫേസിൽ വാല്യൂ ഓഫ് ഷെയർസ്. അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടും. നമുക്കൊരു പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ് എവിടെയാണ് എഴുതേണ്ടതെന്നുള്ള കാര്യം കൃത്യമായിട്ട് എഴുതിയാൽ നമുക്കത് കിട്ടും. ഇത് നമ്മൾ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിൽ ഇതാണ് നമ്മൾ എന്തെന്ന് പാറിൻ്റെ കാര്യത്തിൽ നമുക്കൊരു പ്രോബ്ലം ചെയ്താൽ നമുക്ക് കുറച്ചും കൂടി കിട്ടും. ഇനി നമുക്ക് പ്രീമിയം എന്താണെന്ന് നോക്കാം. പ്രീമിയം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നോമിനൽ പാറിന് തന്നെ നോമിനൽ വാല്യൂ എത്രയാണോ ആ വാല്യൂ തന്നെയാണ് നമ്മൾ ഷെയർസിന് മേടിക്കുള്ളൂ. ഇനി പ്രീമിയം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഫേസ് വാല്യൂ അല്ലെങ്കിൽ നോമിനൽ വാല്യൂവിനേക്കാളും എക്സ്ട്രാ മേടിക്കുന്നതിനെ പറയുന്നതാണ് എന്തെന്ന് പറഞ്ഞാൽ പ്രീമിയം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലത്തേത് എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി പ്രീമിയം റിസർവ് ഇതിൽ എന്താ പറയുക, അത് ചെയ്യേണ്ടതായിരിക്കും. ഇതിൽ നമ്മൾ 2 കേസസ് പറയേണ്ട. ഫോർഫീറ്റ് ഓഫ് ഇഷ്യൂഡ് അറ്റ് പ്രീമിയം, ഫേസ് വാല്യൂവിനേക്കാൾ കൂടുതൽ മേടിക്കുന്നതിനാണ് പ്രീമിയം എന്ന് പറയുന്നത്. അപ്പോൾ ഫോർഫീച്ചർ ഓഫ് ഷെയർസ് വെൻ അലോട്ട്മെൻറ്റ് മണി ഇൻക്ലൂഡിങ് പ്രീമിയം ആൻഡ് കോൾ മണി ആർ നോട്ട് പെയ്ഡ്. അതായത് 2 കേസസ് വരുന്നുണ്ട്. ഉണ്ട് പറഞ്ഞുതരാം. അപ്പോൾ അതിൽ നമ്മൾ സെക്യൂരിറ്റി പ്രീമിയം ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ആയിട്ട് ഇപ്പോൾ നമ്മൾ കോൾഡ് അപ്പ് ഫുൾ എമൗണ്ട് കോൾഡ് ചെയ്ത എല്ലാ എമൗണ്ട് എഴുതുക. നെക്സ്റ്റ് സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട്, പ്രീമിയം അടച്ചിട്ടില്ലെങ്കിൽ മാത്രമാണ് സെക്യൂരിറ്റി പ്രീമിയം നമ്മൾ എഴുതാൻ പാടുള്ളൂ. ടു ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് മണി ഇൻക്ലൂഡിങ് പ്രീമിയം അൺപെയ്ഡ്. ടു കോള് പേ ചെയ്യാത്തതും ഷെയർ ഫോർഫീറ്റഡ് അതായത് ടോട്ടൽ എമൗണ്ട് പേ ചെയ്തതും അതാണ് എഴുതുക. ഇതിലടിയിൽ എഴുതിയിട്ടുണ്ട് സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ഷുഡ് ബി ഡെബിറ്റ് ഓൺലി പ്രീമിയം ഈസ് നോട്ട് റിസീവ്ഡ് ബൈ ഡീഫോൾട്ടിങ് ഷെയർ ഹോൾഡേഴ്സ് പ്രീമിയം അടച്ചിട്ടില്ലെങ്കിൽ അവരുടെ നിന്ന് ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് അത് ചെയ്തിട്ടില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യാൻ എഴുതാൻ പാടുള്ളൂ. ജനറലിൽ ഡെബിറ്റ് ചെയ്യാൻ പാടുള്ളൂ. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കേസാണ്. നെക്സ്റ്റ് കേസ് നമുക്ക് പറഞ്ഞുതരാം. അപ്പം നമ്മൾ പറയുന്നത് എന്താണ്? സെക്യൂരിറ്റി പ്രീമിയം ഒന്നും റിസീവ് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ അതെന്ത് വേണം? ജേണൽ എൻട്രിയിൽ അത് കാണിക്കുക വേണം. നമുക്കത് കിട്ടിയിട്ടില്ലെങ്കിൽ it is not paid when defaulting shareholder does not pay allotment money to me does not pay premium അടച്ചിട്ടില്ല എന്നാണ്. അത് എന്തായാലും സെക്യൂരിറ്റി പ്രീമിയത്തിൽ കാണിക്കണം. പിന്നെ ഇനി forfeit of shares when call money is not paid. കോൾ മണി പേ ചെയ്തിട്ടില്ല, പ്രീമിയം ഓൾറെഡി റിസീവ് ചെയ്തു. ചെയ്യാത്ത കേസാകുമ്പോൾ നമ്മൾ എഴുതണം, ചെയ്ത കേസാകുമ്പോൾ എന്തെങ്കിലും സെക്യൂരിറ്റി പ്രീമിയം ആയിട്ട് എഴുതേണ്ട. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് വിത്ത് എമൗണ്ട് ഓൾ കോൾഡ് അപ്പോൾ ടു ഷെയർ കോള് വിളിക്കാത്തത്. ടു ഷെയർ ഫോർഫീറ്റഡ് ദ എമൗണ്ട് ഫോർ പെയ്ഡ് എക്സ്ക്ലൂഡിങ് ഷെയർ പ്രീമിയം. ഷെയർ പ്രീമിയം തന്നിട്ടില്ലെങ്കിൽ എന്താണ് പ്രീമിയം തന്നിട്ടുണ്ടെങ്കിൽ റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് എഴുതി കാണിക്കേണ്ട ആവശ്യമില്ല. മറിച്ച് അത് റിസീവ് ചെയ്താത്തതാണെങ്കിൽ നമ്മളത് കാണിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് കിട്ടും. ഇറ്റ് ഷുഡ് ബി നോട്ട് ഇൻ പ്രീമിയം റിസീവ്ഡ് ഷുഡ് നോട്ട് ബി ട്രാൻസ്ഫർ ടു ക്രെഡിറ്റ് ഷെയർ ഹോൾഡർ ബിക്കോസ് ദ പ്രീമിയം റിസീവ്ഡ് ഹാസ് ബീൻ ഓൾറെഡി ക്രെഡിറ്റ് ടു സെക്യൂരിറ്റി പ്രീമിയം. അതായത് നമുക്ക് കമ്പനിക്ക് അധികമായിട്ടൊരു പ്രോഫിറ്റ് കാര്യങ്ങളാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്കത് സ്വീകരിച്ച കാര്യമാണ്. അപ്പോൾ നമുക്കത് കൂടുതലായിട്ട് ഫോർഫീറ്റ് ചെയ്യുന്ന സമയത്ത് എക്സ്ട്രാ എടുത്ത് കാണിക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മളത് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. എന്നുള്ള കാര്യം നമ്മൾ ക്രെഡിറ്റ് ചെയ്തിട്ട്, അതുകൊണ്ട് അത് പ്രത്യേകം അത് പറയേണ്ട ആവശ്യം ഇതിലില്ല എന്നാണ് പറയണത്. അപ്പോൾ ഇത്രയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ താങ്ക് യു.